അങ്ങനെ നമുക്ക് വണ്ടി ഫീൽഡിൽ വീണ്ടും അടുത്ത പണി കിട്ടിയിരിക്കുകയാണ്. വെൽക്കം ടു ഡേ 98 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർക്ക് ആൻഡ് സെയിലിൽ ഒരു വണ്ടി വിറ്റ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വണ്ടി വിറ്റ് കൊടുക്കാമെന്നും 2 ദിവസത്തിനുള്ളിൽ വണ്ടി ഞങ്ങളുടെ കയ്യിൽ തരണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടെ നമ്മളോട് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ് വിളിച്ച ഒരു കസ്റ്റമറിനോട് ഈ വണ്ടിയുടെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുകയും അദ്ദേഹത്തെ ആ വണ്ടി എടുക്കാനായി പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് ആ വണ്ടി ഇഷ്ടപ്പെടുകയും അത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് നമുക്ക് അഡ്വാൻസ് തരികയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ വണ്ടി സെയിലാക്കി. എന്നാൽ പിന്നീടാണ് അതിന്റെ അബദ്ധം പറ്റിയത്. നാളെ ആ വണ്ടി നോക്കിയെടുക്കാൻ അദ്ദേഹം വരികയാണ്. എന്നാൽ നമുക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞയാൾ ആ വണ്ടി മറ്റൊരാളിന് മറിച്ച് വിറ്റു. സത്യം പറഞ്ഞാൽ നമ്മളാണ് ഇവിടെ പെട്ടുപോയത്. അഡ്വാൻസ് തന്ന ആളിനോട് വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് തിരിച്ച് അഡ്വാൻസ് ഇടാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പറഞ്ഞുറപ്പിച്ച വണ്ടി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാശി പിടിച്ചു. സത്യത്തിൽ ആകെ പുലിവാലി പിടിക്കുകയും സംസാരമാവുകയും ഒടുവിൽ അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിനെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പറയുകയും നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥ ആവുകയും ചെയ്തു. മൊത്തത്തിൽ വള്ളിയായിപ്പോയി. ഇതിലൂടെ ഒരു പാഠം കൂടി നമുക്ക് കിട്ടി. നമ്മുടെ കയ്യിലെത്താതെ ഒരു വണ്ടിയും നമ്മൾ സെയിൽ ചെയ്യാൻ പാടില്ല. ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തെ അനുഭവമാണ്. ഇനി ഈ കേസ് എന്താവുമെന്നറിയില്ല. അതോടൊപ്പം ഒരു ബൊലേറോ കൊടുക്കാനുണ്ട്, വിറ്റ് തരണമെന്ന് പറഞ്ഞ് മറ്റൊരാൾ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും വണ്ടി നമ്മുടെ കയ്യിൽ തരികയും ചെയ്തു. അങ്ങനെ ആ വണ്ടിയും നമ്മൾ സോഷ്യൽ മീഡിയ പേജുകളിലും മറ്റും പരസ്യത്തിനായി ഇടുകയും ഏജന്റുമാരെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഏൽപ്പിക്കുകയും ചെയ്തു. ബാക്കി നാളെ.